Good morning, my dear students. ഇന്ന് 80th ഇൻഡിപെൻഡൻസ് ഡേ ആണ്. നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിലെ കൊച്ചു കുട്ടികൾ ഇൻഡിപെൻഡൻസ് ഡേ സംബന്ധമായിട്ടുള്ള ഒരു കൊച്ചു കോമ്പറ്റീഷനിൽ പങ്കെടുക്കണം, ക്വിസ് കോമ്പറ്റീഷൻ പങ്കെടുക്കുകയാണ്. എല്ലാ കുട്ടികളും ഇല്ല, കുറച്ച് കുട്ടികൾ മാത്രമേ ഇതിനകത്ത് പങ്കെടുക്കുന്നുള്ളൂ. അപ്പം അവർക്ക് എല്ലാവർക്കും എൻ്റെ ഓൾ ദ ബെസ്റ്റ്. ഈ ക്വിസ് കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഇവിടെ തന്നെ 10th പഠിക്കുന്ന ഋഷിതയാണ്. ഇതിൻ്റെ മാർക്ക് കാര്യങ്ങളെല്ലാം സ്കോർ നിലവാരങ്ങളെല്ലാം ബോർഡിൽ കൊടുക്കുന്നത് ഇവിടുത്തെ +2 സ്റ്റുഡൻറ്റ് മാളവികയാണ്. അപ്പം ഇവർ രണ്ടുപേരും കൂടെയാണ് ക്വിസ് കോമ്പറ്റീഷൻ നടത്തുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ ആശംസകൾ. ഞാനാണ് ഇവിടെ ക്വിസ് കോമ്പറ്റീഷൻ ഹോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ക്വിസ് കോമ്പറ്റീഷന് സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് ആണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഒരു ക്വസ്റ്റ്യൻ ലിമിറ്റഡ് ടൈമിനുള്ളിൽ പറഞ്ഞില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ അടുത്ത ടീമിന് പാസ്സാവും. പിന്നെ ആ ക്വസ്റ്റ്യൻ റോങ് ആണെങ്കിലും അടുത്ത ടീമിന് പാസ്സാവും. ഇപ്പോൾ നമ്മൾ ക്വിസ് കോമ്പറ്റീഷൻ തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയ്ക്കാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഐ റിപ്പീറ്റ്, ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. കറക്റ്റ് ആണ്, ഒരു പോയിന്റ് ടീം എയ്ക്ക്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ടീം ബിക്കുള്ളതാണ്. What is the national fruit of India? I repeat my question. What is the national fruit of India? Mango. Answer correct ആണ്, ഒരു പോയിന്റ് ടീം ബി. തേർഡ് ക്വസ്റ്റ്യൻ ടീം എക്കാണ്. Who is our Prime Minister of India now? I repeat my question. Who is our Prime Minister of India now? Narendra Modi. Correct ആണ്. Next question team B ക്കാണ്. On Independence Day, the Prime Minister of India hosts our tricolor flag at. I repeat my question. On Independence Day, the Prime Minister of India hosts our tricolor flag at. Correct answer. Team B ക്ക് ഒരു പോയിന്റ്. Team A ക്കാണ് next question. Who is the President of India? I repeat my question. Who is the President of India? Draupadi Murmu. Team A ക്ക് ഒരു പോയിന്റ്. Next question team B ക്കുള്ളതാണ്. Who is the Chief Minister of Kerala? I repeat my question. Who is the Chief Minister of Kerala? Correct answer. Team B ക്ക് ഒരു point. Next question team A ക്കുള്ളതാണ്. Who designed the Indian national flag? I repeat my question. Who designed the Indian national flag? ടൈം അപ്പായി. ആ ക്വസ്റ്റ്യൻ ടീം ബിക്ക് പാസ്സാവുകയാണ്. ടീം ബിക്ക് ആൻസർ പറയാം. രണ്ട് ടീമിനും അറിയത്തില്ല. ദ ആൻസർ ഈസ് പിംഗളി വെങ്കയ്യ. ഐ റിപ്പീറ്റ്, ദ ആൻസർ പിംഗളി വെങ്കയ്യ. ടീം ബിക്കുള്ളതാണ്. Who was the first Prime Minister of India? I repeat my question. Who was the first Prime Minister of India? Jawaharlal Nehru. Correct ആണ്. ടീം ബിക്ക് ഒരു പോയിന്റ്. Next question ടീം എ ക്കുള്ളതാണ്. Who composed India's national anthem Jana Gana Mana? I repeat my question. Who composed India's national anthem Jana Gana Mana?
ടീം എക്ക് 1 പോയിന്റ്. അത് കറക്റ്റ് ആൻസർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിക്ക് ഉള്ളതാണ്. വാട്ട് ഇസ് ദ തീം ഓഫ് 80th ഇൻഡിപെൻഡൻസ് ഡേ? ഓപ്ഷൻ തരാം. എ വികസിത് ഭാരത്, ബി ഹോണറിംഗ് ഫ്രീഡം ഇൻസ്പയറിംഗ് ദ ഫ്യൂച്ചർ, സി നേഷൻ ഫസ്റ്റ് ഓൾവേസ് ഫസ്റ്റ്. I repeat my question. What is the theme for 80th Independence Day? A. Vigasit Bharat, B. Honoring freedom, inspiring the future, C. Nation first, always first. Option B correct ആണ്. Team B ക്ക് 1 point. Next question Team A ക്ക് ഉള്ളതാണ്. How many colors are there in Indian flag? I repeat my question. How many colors are there in Indian flag? ആൻസർ തെറ്റാണ്. ക്വസ്റ്റ്യൻ ടീം ബിക്ക് പോവാം. Three colors. Answer is correct. 1 point for Team B. Team B can next question. How many spokes are present in the Ashoka Chakra at the center of the Indian flag? I repeat my question. How many spokes are present in the Ashoka Chakra at the center of the Indian flag? 24. Answer is correct. 1 mark for Team B. Competition തീരുവാണ്. മാർക്സിനായി ഇപ്പൊ പറയാം. ടീം എക്ക് 4 മാർക്കും ടീം ബിക്ക് 7 മാർക്കുമാണ്. ടീം ബി is the winner of the quiz competition. ഓക്കെ, ഇന്നത്തെ ക്വിസ് കോമ്പറ്റീഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കുട്ടികളെല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു. ഏത് കളിയിലായാലും ഒരു തോൽവിയും വിജയവും ഉണ്ടാകും. അത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ആർക്കായാലും ഒരു ടീം ഫസ്റ്റ് എടുക്കും, ഒരു ടീം സെക്കൻഡ് എടുക്കും. അതിൻ്റെ കുഴപ്പമൊന്നുമില്ല. എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഇതിനുള്ള ഗിഫ്റ്റുകളെല്ലാം കൊടുക്കുന്നത് നമ്മുടെ അർച്ചന ബാലകൃഷ്ണനാണ്. Please give me a clap. ഇന്നത്തെ നമ്മുടെ ക്വിസ് കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്ത റിഷിതയ്ക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. താങ്ക് യു. നെക്സ്റ്റ് ഇന്നത്തെ നമ്മുടെ മാർക്ക് സ്കോർ ബോർഡ് എഴുതാൻ എത്തിയ +2 സ്റ്റുഡൻ്റായ മാളവിക്കും ചെറിയ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. Okay, thank you. Have a nice day. Happy Independence Day.